രാജ്യത്ത് എവിടെ ഭീകരാക്രമണം നടന്നാലും അല്ലെങ്കിൽ രാജ്യത്ത് എവിടെ ഒരു ഭീകരപ്രവർത്തനം നടന്നാലും അതിനൊക്കെ വലിയ പിന്തുണ നൽകുന്നത് കേരളത്തിലാണ്. രാജ്യത്ത് മാത്രമല്ല ലോകത്ത് എവിടെ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകൾക്കുമൊക്കെ പിന്തുണ ലഭിക്കുന്ന ഒരിടമായി കേരളം മാറിയിട്ട് കുറേ കാലമായി. അത്തരത്തിലൊരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് ഗോകുലിന് പങ്കുവെക്കാനുള്ളത്. പാർലമെൻറ്റ് ഭീകരാക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ച് വെൽഫെയർ പാർട്ടി നേതാവ് ഫൗസിയ ആരിഫ് രംഗത്ത് വന്നിട്ടുണ്ട്. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണെന്നാണ് വെൽഫെയർ പാർട്ടിയുടെ വനിതാ നേതാവിൻ്റെ നിലപാട്. സംസ്ഥാന സെക്രട്ടറി ഫൗസിയ ആരിഫ് പറയുന്നത് ഇത് പൊതുബോധത്തെ, നാട്ടുകാരുടെ പൊതുബോധത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം നടത്തിയൊരു പ്രവർത്തനമാണ്, അതല്ലാതെ ഒരു കാരണവശാലും തൂക്കിലേറ്റപ്പെടേണ്ട ആളല്ല എന്നാണ് ഇവരുടെ നിലപാട്. അത് പറഞ്ഞത് എവിടെയാണ് എന്നുള്ളതാണ് രസകരം. കള്ളപ്പണക്കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത SDPI ദേശീയ അധ്യക്ഷൻ AK ഫൈസിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SDPI കോഴിക്കോട് വടകരയിൽ നടത്തിയ പരിപാടിയിലാണ് ഫൗസിയയുടെ ഈ പ്രസംഗം. ഇതൊക്കെ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നത് വലിയ അത്ഭുതമായി തോന്നുന്നു. ഗോകുൽ വേണുഗോപാലുണ്ട് കോഴിക്കോട് നിന്ന്. ഗോകുൽ, നേരത്തെ നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്ത പോലെ തന്നെ പല പേരുകളിൽ പല രൂപത്തിൽ ഇങ്ങനെ ഭീകരവാദ സംഘടനകൾ പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ ഒത്തുകൂടുകയാണ്. വെൽഫെയർ പാർട്ടി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ അതിന് വേദിയാകുന്നത് കേരളമാണ് എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഗോകുൽ. വെൽഫെയർ പാർട്ടിയും SDPIയും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ സമാനമായിട്ടുള്ള ആശയങ്ങൾ നേരത്തെ പങ്കുവച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടനകൾ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ ഇവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒന്നിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു വേദിയിൽ തന്നെ എത്തിപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ തന്നെയാണ് SDPIയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് SDPI വ്യാപകമായ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഫൗസിയ ആരിഫ് എത്തിയിട്ടുള്ളത്. ആ വേദിയിൽ വെച്ചിട്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജുഡീഷ്യറിയൊക്കെ വിമർശിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലാണ് അവർ പറയുന്നത് പൊതുബോധത്തെ അഫ്സൽ ഗുരുവിനെതിരെ ചാർത്തിയിട്ടുള്ള കുറ്റങ്ങളൊന്നും തെളിയിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ജുഡീഷ്യറിക്ക്. പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് എന്നാണ് പറയുന്നത്. നമുക്കറിയാം 2001 ഡിസംബർ 13 പാർലമെന്റിലേക്ക് ഭീകരാക്രമം നടത്തിയിട്ടുണ്ടായിരുന്ന 5 പേരായിരുന്നു. 5 പേരായിട്ടുള്ള സായുധരായിട്ടുള്ള അംഗങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച കാറിലെത്തി 8 പേരെ 6 പോലീസുകാരെയും 2 പാർലമെന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒരു തോട്ടം ജീവനക്കാരും ഉൾപ്പെടെ 9 പാർലമെന്റ് അകത്തുണ്ടായിരുന്ന ആളുകളെ വധിക്കുകയായിരുന്നു. ഈ ഭീകരാക്രമണത്തിൽ 5 തീവ്രവാദികളും കൊല്ലപ്പെട്ടു. പിന്നീട് നീണ്ട നാളുകൾ എടുത്ത ഒരു വിചാരണയായിരുന്നു കോടതിക്കകത്ത് നടന്നിരുന്നത്. 2001 ഡിസംബർ 13 നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഭീകരാക്രമണത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കിയത് 2013 ഫെബ്രുവരിയിലായിരുന്നു. ഇത്തരത്തിൽ 12 വർഷം നീണ്ടു നിന്ന വിചാരണയാണ് ഈ ഫൗസിയ ആരിഫ് എന്ന് പറയുന്ന വ്യക്തി ഈ അഫ്സൽ ഗുരുവിനെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു തൂക്കിലേറ്റപ്പെട്ടത് എന്ന രീതിയിലുള്ള വിമർശനം നടത്തിയത്. 2001 ഡിസംബർ 13 ഇത്തരത്തിൽ പാർലമെന്റിലേക്ക് അക്രമം നടത്തുന്നു. 2002 ഡിസംബർ 18 ഡൽഹി കോടതി ഈ അഫ്സൽ ഗുരുവിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. പിന്നീട് അയാൾ അതിനെതിരെ അപ്പീൽ നൽകുകയാണ്. 2003 ഒക്ടോബർ 29 അഫ്സൽ ഗുരുവിന്റെ അപ്പീൽ ഡൽഹി ഹൈക്കോടതി തള്ളി വധശിക്ഷ കീഴ്ക്കോടതിയുടെ ശിക്ഷ ശരിവെക്കുന്നു. വീണ്ടും അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. സുപ്രീം കോടതി 2005 ഓഗസ്റ്റ് 4 ഈ കീഴ്ക്കോടതിയുടെ വിധി ശരിയാണ് എന്ന നിഗമനത്തിലെത്തുന്നു. പിന്നീട് അയാൾ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകുന്നു. അന്ന് പ്രണബ് കുമാർ മുഖർജിയാണ് രാഷ്ട്രപതി. പ്രണബ് കുമാർ മുഖർജി ഇയാളുടെ ദയാഹർജി തള്ളി. അങ്ങനെ 2013 ഫെബ്രുവരി 9 ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത്. നമ്മുടെ പാർലമെന്റിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള പാർലമെന്റിലേക്ക് അക്രമം നടത്തിയ കേസിൽ 12 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷം ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നു. കൃത്യമായ സൂത്രധാരൻ അഫ്സൽ ഗുരു ആണ് എന്നൊരു കണ്ടെത്തൽ അന്നുണ്ടായിരുന്നു. ഈ സൂത്രധാരനായിട്ടുള്ള അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനെയാണ് ഇന്ന് ന്യായീകരിച്ചുകൊണ്ട് ജുഡീഷ്യറിയെ, നമ്മുടെ സംവിധാനത്തെയൊക്കെ ആകെ അപമാനിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. സമാനമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വിമർശനം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. താരതമ്യപ്പെടുത്തുന്നത് MK ഫൈസിയെയും അഫ്സൽ ഗുരുവിനെയും ഒക്കെ അവർ തന്നെ ഒരേ ത്രാസിലിട്ട് തൂക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് MK ഫൈസി ED അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചിട്ടാണ് കോഴിക്കോട് വടകരയിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തിയത്. ആ പരിപാടിയിൽ വെച്ചിട്ടാണ് നേരത്തെ അഫ്സൽ ഗുരുവിനെയും തൂക്കിക്കൊന്നിട്ടുണ്ട്. പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് പറയുന്നു. അവർ തന്നെ അഫ്സൽ ഗുരുവിനെയും MK ഫൈസിയും ഒക്കെ ഒരേ ത്രാസിലിട്ട് തൂക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് SDPI, എന്താണ് വെൽഫെയർ പാർട്ടി, എന്താണ് അവരുടെ വനിതാ സംഘടനയുള്ള വനിതാ ജസ്റ്റിസ് മൂവ്മെന്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമാവുകയാണ്. പല
പേരുകളിൽ പല സംഘടനകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും ഇത് മുന്നോട്ടേക്ക് വെക്കുമ്പോഴും ഈ സംഘടനകളൊക്കെ സമാന സ്വഭാവക്കാരായിട്ടുള്ള സംഘടനകൾ ഒരേ വേദിയിൽ ഒത്തുകൂടുകയും നമ്മുടെ സംവിധാനത്തെ വെല്ലുവിളിക്കുകയും നമ്മൾ ഭീകരവാദികൾക്കെതിരെ എടുത്തിട്ടുള്ള നിലപാടുകളെ സധൈര്യം വെല്ലുവിളിക്കാനും തയ്യാറാവുന്നുണ്ട്. അത് കേരളത്തിൽ തയ്യാറാവുന്നുണ്ട്. അതിവിടെ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള വലിയൊരു വിഷയമുണ്ട്. അത് സുരക്ഷാ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. വ്യാപകമായ രീതിയിലാണ് SDPI ഇത്തരത്തിൽ പല കേന്ദ്രങ്ങളിലും ഈ MK-ഫൈസിക്കും ED നടത്തുന്ന റെയ്ഡിനുമെതിരെ പൊതുയോഗങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ മുഖമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനകൾ വരുന്നുണ്ട്, മുജാഹിദീൻ പ്രസ്ഥാനക്കാരുടെ ആളുകൾ വന്ന് സംസാരിക്കുന്നുണ്ട്. അതിലൊക്കെ ഇവർ പറയുന്നത് ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നടത്തുന്നത്. അതിനവർ ഉദാഹരണമായി എടുക്കുന്നത് ഇത്തരത്തിൽ ഭീകരാക്രമണ കേസിൽ പാർലമെന്റ് ആക്രമിച്ച കേസിൽ രാഷ്ട്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അൽ-ഖ്വയ്ദയ്ക്കൊക്കെ വേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലേക്ക് വധശിക്ഷ വിധിച്ചത് എന്ന രീതിയിലുള്ള ഉദാഹരണങ്ങളൊക്കെ മുന്നോട്ടേക്ക് വെക്കുന്നു. അത്യന്തം അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അത് നമ്മളുടെ പോലീസ് സേന, കേരള പോലീസ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കേണ്ടതും. കാത്തിരിക്കണം. നമുക്ക് പ്രതികരണം കൂടി കേൾക്കാം. അഫ്സൽ ഗുരുവിനെ ന്യായീകരിച്ച തരത്തിലാണ് ഒന്ന് കേട്ടിട്ട് ഗൂഗിളിലേക്ക് വളരെ വേഗം മടങ്ങിയത്. അഫ്സൽ ഗുരുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറ്റം തെളിയിക്കാൻ തയ്യാറായപ്പോൾ പൊതുബോധത്തിന്റെ തൃപ്തിക്ക് വേണ്ടി തൂക്കിലേറ്റപ്പെട്ട മനുഷ്യനാണ്. പൊതുബോധത്തിന്റെ തൃപ്തിക്ക് വേണ്ടി തൂക്കിലേറ്റപ്പെടുക. ആരും ഞെട്ടുന്നില്ല, ആർക്കും പ്രതികരണങ്ങളില്ല. ഇങ്ങനെ പ്രതികരണങ്ങളില്ലാതെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ട, മനുസ്മൃതിയിൽപ്പെടുന്ന ചാതുർവർണ്ണത്തിലല്ലാത്ത, സവർണ്ണരല്ലാത്ത മുഴുവൻ മനുഷ്യരെയും ഓരോന്നായിട്ട് നശിപ്പിച്ചു കളയുക എന്നതിന്റെ ഭാഗമായി കൊണ്ട് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. ഗൂഗിൾ ഒരു പക്ഷെങ്കിൽ അവർ പ്രസംഗിച്ചവർ മറന്നുപോയി കാണും 2009 അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് കോൺഗ്രസ് സർക്കാരാണ് എന്ന് മറന്നുപോയി കാണും. കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര സർക്കാരിനെതിരെ ഇങ്ങനെ പറഞ്ഞ് ഒരു പക്ഷെങ്കിൽ ആ കാലമൊക്കെ അവർ മറന്നുപോയി കാണും. ഗൂഗിൾ അത് തന്നെയാണ്. പ്രണബ് കുമാർ മുഖർജി ആയിരുന്നു ഈ അഫ്സൽ ഗുരുവിന്റെ ദയാഹർജിയൊക്കെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സുശീൽ കുമാർ സിൻഡെ ആയിരുന്നു അത് ആഭ്യന്തരമന്ത്രി. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് എന്ന ഒരു ബോധം അവരുടെ മനസ്സിൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിൽ ഒരു പ്രസംഗം നടത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ നമ്മൾ ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തീർച്ചയായിട്ടും രാഷ്ട്ര സുരക്ഷാ സംബന്ധമായ വിഷയങ്ങളിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സർക്കാരുകളെയും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അഫ്സൽ ഗുരുവിനെതിരെ ഈ വെൽഫെയർ പാർട്ടിയുടെ നേതാവ് നടത്തിയിട്ടുള്ള പ്രസംഗം ചൂണ്ടിക്കാട്ടി തരത്തിലുള്ളൊരു തൂക്കുകയർ ഉണ്ടായത് അല്ലെങ്കിൽ തൂക്കിക്കൊന്നത് UPA സർക്കാരിന്റെ കാലത്തായിരുന്നിട്ടും നമ്മൾ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 2001 ഇത്തരത്തിൽ അക്രമം നടത്തുന്ന സമയത്ത് NDA ആയിരുന്നു അധികാരത്തിൽ. അന്ന് പാർലമെന്റിൽ അക്രമം നടത്തുമ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനി ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിന്റെ അകത്തുണ്ടായിരുന്നു. രാജ്യസഭയുടെയും പാർലമെന്റിന്റെയും അകത്ത് മന്ത്രിമാരും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള LK അദ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന സമയത്താണ് ഈ അഫ്സൽ ഗുരുവിന്റെ ആസൂത്രണത്തോടെ ഇത്തരത്തിലുള്ള അൽ-ഖ്വയ്ദ തീവ്രവാദികൾ വന്ന് അക്രമം നടത്തുന്നത്. പിന്നീട് 2004 അധികാരം മാറുന്നു, കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുന്നു. സുപ്രീം കോടതി ഈ ശിക്ഷ ശരിവെക്കുന്ന സമയത്ത് കോൺഗ്രസ് സർക്കാരാണ്, UPA സർക്കാരാണ് അധികാരത്തിൽ. പിന്നീട് ദയാഹർജി ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെയും അഫ്സൽ ഗുരുവിന്റെയൊക്കെ ദയാഹർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേന്ദ്ര സർക്കാരിന്റെയും രാഷ്ട്രപതിയുടെയും ഒക്കെ പരിഗണനയ്ക്ക് വരുന്ന സമയത്തും അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്ന സമയത്തുമൊക്കെ UPA സർക്കാരാണ് അധികാരത്തിൽ ഉള്ളത് എന്നത് ഇവർ ഈ പ്രസംഗത്തിൽ മറന്നു പോകുന്നുണ്ടെന്ന് ഉമേഷ് പറഞ്ഞത് ശരിയായ കാര്യം തന്നെയാണ്. അവർ പറഞ്ഞു 2014 മാത്രമാണ് NDA സർക്കാർ അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഈ രാജ്യസുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെ നമ്മൾ തുറന്ന് കാണിക്കുക തന്നെ വേണം, എടുത്ത് കാണിക്കുക തന്നെ വേണം. ഈ UPA സർക്കാരിനെയും NDA സർക്കാരിനെ ഒരുപോലെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ ഫൗസി ആരിഫ് പ്രസംഗം നടത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഈ പാർലമെന്റ് അക്രമ കേസിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഫ്സൽ ഗുരുവിന്റെ തൂക്കിക്കൊല നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ അന്ന് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ BJP വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടത്തിയതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2001 പാർലമെന്റ് അക്രമം നടത്തുന്നത്. പക്ഷേ പിന്നീട് 12 വർഷങ്ങൾക്ക് ശേഷം തൂക്കിക്കൊല്ലുന്നു. 2005 കീഴ്ക്കോടതിയുടെ ശിക്ഷ സുപ്രീം കോടതി ശരിവെക്കുന്നു. പിന്നീട് അങ്ങോട്ടും ഒരു 6-7 വർഷക്കാലം ഈ അഫ്സൽ ഗുരുവിന് ജീവിക്കാനുള്ള സൗകര്യം തിഹാർ ജയിലിനകത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്തൊക്കെ BJP ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം വളരെ വേഗത്തിൽ ഇയാളുടെ ശിക്ഷ നടപ്പിലാക്കണമെന്ന ആവശ്യമൊക്കെ ആയിട്ട് BJP രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസ് ആണ് നടപ്പിലാക്കിയതെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ശരിയായ സമീപനം, രാഷ്ട്ര സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ ശരിയായ സമീപനം BJP ആയിരിക്കും സ്വീകരിക്കുക എന്ന ഫൗസി ആരിഫിന്റെ നിരീക്ഷണത്തിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. ഗൂഗിൾ എന്തായാലും അഫ്സൽ ഗുരുവും SDPI നേതാവും ഒക്കെ ഒരേ തുലാസിൽ വെച്ച് തൂക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരേ
കാറ്റഗറിയിൽ വരുന്ന നേതാക്കന്മാരാണെന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുജനത്തിനുള്ള പൊതുബോധമൊക്കെ ശരിയാണെന്ന് അവർ തന്നെ സമ്മതിക്കണം. എന്നാൽ ഇതിന് തടയിടേണ്ട മുക്കേറിടേണ്ട സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഇത് കണ്ടില്ല എന്ന് നടിക്കുമ്പോഴാണ് പലപ്പോഴും അത്ഭുതമൊക്കെ തോന്നുന്നത്.